പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള സമയം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം 3-ാം ദിവസം തോബിയത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുമാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് 8-ാം അധ്യായം 1 മുതൽ ഉള്ള തിരുവചനമാണ്. 1 മുതൽ 15 വരെയുള്ള തിരുവചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. ഹല്ലേലൂയ. ഭക്ഷണം, അതായത് അവർ കല്യാണം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. തോബിയാസിനെ രണ്ടുപേരെങ്കിലും പ്രതിസയായ മുറിയിലേക്കാക്കി. ഹല്ലേലൂയ. 2-ാം വാക്യം. അവർ റഫായിലിൻ്റെ വാക്കുകൾ അനുസ്മരിച്ചു. റഫായിൽ ദൂതൻ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ മുറിയിൽ കയറി കതകടച്ചു കഴിയുമ്പോൾ തീക്കനൽ, ഒരു പാത്രത്തിൽ തീക്കനൽ എടുത്തിട്ട് അതിനകത്ത് മത്സ്യത്തിൻ്റെ ശംഖും കരളും കയ്പയും എടുത്തിട്ട് പുകയ്ക്കണം. പുകയ്ക്കുമ്പോൾ ആ മണം ഈ പിശാച് കേൾക്കും. ആസ്മാദേവസ് എന്ന് പറയുന്ന ഈ പിശാച് കേൾക്കുമ്പോൾ ദൂതൻ പുറത്ത് നിൽപ്പുണ്ട്. അവൻ പുറത്ത് ചാടും. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ദൂതൻ പറഞ്ഞിരുന്നു വന്ന വഴിക്ക് തോബിയാസിനോട്. ഹല്ലേലൂയ. അതാണ് അടുത്ത വചനം. ധൂപകലശത്തിൽ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ശംഖും കരളും ഇട്ട് പുകച്ചു. മണം ഏറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പലായനം ചെയ്തു. അവർ ആ മുറി കയറി റഫായേൽ ദൂതൻ പറഞ്ഞതുപോലെ പാത്രത്തിൽ തീക്കനലിട്ട് കുളിക്കുന്ന സമയത്ത് എടുത്തു ചാടിയ മത്സ്യത്തെ പൊരിച്ചു തിന്നുകയും അതിൻ്റെ ശംഖും കരളും കയ്പയും എടുത്തുകൊണ്ട് അവർ വരികയായിരുന്നു. അവിടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി കിടക്കുന്നതിന് മുമ്പ് തീയിലിട്ടിട്ട് അത് പുകയ്ക്കുക, വീട്ടിന് മുറിയിൽ കയറിയ ശേഷം. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ദൂതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. അവൻ റഫായിൽ വാക്കുകൾ അനുസ്മരിച്ചു. ധൂപകലശത്തിൽ തീക്കനൽ ഇട്ട് മത്സ്യത്തിൻ്റെ ശംഖും കരളും ഇട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. അപ്പോൾ അവൻ ഈ മണമേറ്റപ്പോൾ അവൻ ആ മുറിയിൽ നിന്ന് പുറത്ത് ചാടി ഓടണം. ശരിക്കും അതൊരു കുർബാനയായിട്ട് മാറിയാണ്, കർത്താവിൻ്റെ ബലിയർപ്പണമായിട്ട് മാറി. അതാണ് ഓടണത്. യേശുവിൻ്റെ രക്തമാണത്. ആ മണമേറ്റപ്പോൾ അവനെ അതിനകത്ത് ഇരിക്കാൻ പറ്റിയില്ല. കേട്ടോ, അവൻ 8 പേരെ കൊന്നുകളഞ്ഞതാണ്. 8 വിവാഹം ചെയ്ത ഒരു സ്ത്രീ. ആ ഓരോ രാത്രി കഴുത്ത് നെരിച്ച് കൊന്നുകളയാം, ജീവിക്കാൻ അനുവദിക്കണില്ല. എന്തൊരു ദുഷ്ടതരമായ പിശാചാണെന്ന് നോക്കി അല്ലേ. ആർക്കും അറിയില്ലായിരുന്നത്. അവൻ ആ മുറിയിൽ തന്നെ ഇരിക്കണം, വേറെ ഒന്നും ചെയ്യില്ല. അവളെ വിവാഹം ചെയ്യുന്ന ആ വ്യക്തിനെ ആസ്മാദേവസ് എന്ന് പറയുന്ന ഈ പിശാച് കഴുത്ത് നെരിച്ച് കൊന്നുകളയും. ഒരൊറ്റ രാത്രി കൊണ്ട് തീർത്ത് കളയുന്നു. പിറ്റേ ദിവസം അവർക്ക് ജീവിതമില്ല. അങ്ങനെ 7 പേരെയാണ് അവൻ കൊന്നത്. ആർക്കും അറിയാൻ പറ്റും. പക്ഷേ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ട് 2 ദൂതന്മാരെ വിടയണം. ഹല്ലേലൂയ. തോബിയാസിൻ്റെ കൂടെ ഇന്ന വീട്ടിലേക്ക്, പ്രത്യേകിച്ച് അവനൊരു ബന്ധു കൂടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ അവളെ വിവാഹം ചെയ്തു ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ
തോബിയാസ് എഴുന്നേറ്റ് സാറയോട് പറഞ്ഞു. പുകച്ചു കഴിഞ്ഞവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുക. അപ്പോൾ അവർ എഴുന്നേറ്റ് വീണ്ടും അവിടുന്ന്. എന്നിട്ട് തോബിയാസ് സാറയോട് പറയണം. എന്താ പറയണമെന്ന് പറയാമോ? നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാൻ പോയിരുന്നു. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. 4-ാം വാക്യത്തിൽ കേട്ടോ, കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. അവർ എഴുന്നേറ്റിരുന്ന് കർത്താവിൻ്റെ കാരുണ്യത്തിനായി മുട്ടിപ്പോയി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയും കൂടെ കേട്ടപ്പോഴത്തേനും അവൻ്റെ സകല പരിപാടികളും കോലടിച്ച് ഓടിയാണ് ഈജിപ്തിൻ്റെ അറ്റത്തേക്ക് ഓടണത്. ഓടിച്ചിട്ടാണ് ദൂതനെ പിടിച്ച് ബന്ധിക്കുന്നത്. ദൂതന്മാർക്ക് മാത്രമേ അതിനെ ബന്ധിക്കാൻ പറ്റുള്ളൂ, മനുഷ്യർക്ക് ആർക്കും ബന്ധിക്കാൻ പറ്റില്ല. അതും കർത്താവിൻ്റെ ദൂതന്മാർ. കർത്താവ് പറയും ദൂതനോട് പോയി ബന്ധിക്കാൻ. നമുക്ക് കാണാം, ഈ ലോത്തിൻ്റെ ഭാര്യ, ലോത്തിൻ്റെ മക്കൾ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ദൂതനാണ് വന്ന് പറയണത്, ഇവിടെ നിന്ന് വേഗം പോയിക്കോ, ഈ നാട് ഞാൻ നശിപ്പിക്കാൻ പോകുന്നു, അടുത്ത പട്ടണത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുള്ളത്, ജീവൻ വേണമെങ്കിൽ എന്ന് പറയും. തമാശയാണ് പറയണതെന്ന് കരുതും, പക്ഷെ കാര്യമാണെന്ന് കേട്ടപ്പോഴത്തേനും ലോത്ത് പോകേണ്ട കാര്യം കിട്ടും. പക്ഷെ അവരൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, പുറകെ തിരിഞ്ഞ് നോക്കരുത്, പുറകെ തിരിഞ്ഞ് നോക്കരുതെന്ന് പറയും. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോത്തിൻ്റെ നാടിനെ നശിപ്പിക്കണം, കുറ്റകൃത്യങ്ങൾ നിറഞ്ഞതുകൊണ്ട് കർത്താവ് ചെയ്യണം. നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒച്ച ബഹളം, തീ കത്തറ സ്വരയെ കേട്ടപ്പോഴത്തേനും ലോത്തിൻ്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോയി. ഉടനെ അതൊരു ഉപ്പുതൂണായിട്ട് മാറി. ആ വചനം നമുക്ക് പിന്നീട് കേൾക്കാൻ പറ്റും. ഉപ്പുതൂണായിപ്പോയി. തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിലും ഏദൻ തോട്ടത്തിൽ പുരുഷനെയും സ്ത്രീയെയും ഒന്നാക്കി മാറ്റി ദിവസവും ദൈവമായ കർത്താവ് അവരെ സന്ദർശിച്ചിരുന്നു. സുഖമാണോ, എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു വരുമായിരുന്നു. അവർക്കൊരു ഉപദേശവും കൊടുത്തിരുന്നു, ഈ കനി നിങ്ങൾ ഭക്ഷിക്കരുത്. പക്ഷെ അവരത് ചെയ്തു. അവരത് തെറ്റ് ചെയ്തു. അവർക്ക് നാണം വന്നു, ലജ്ജം വന്നു, മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഒളിക്കേണ്ടി വന്നു. സ്ത്രീ പാപം ചെയ്തു. അവൾ മൂലം മരണം ഭൂമിയിലേക്ക് വന്നു. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പുതൂണായിപ്പോയി. യേശുവെ നന്ദി, യേശുവെ ആരാധന. എന്നാൽ ഇവിടെ തോബിയാസിൻ്റെ ഭാര്യയായ സാറയോട് പറയുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ. തോബിയാസ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നോക്കി. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. 5-ാം വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ, അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാം കർത്താവെ അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ, അങ്ങ് വാഴ്ത്തപ്പെടുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തപ്പെടട്ടെ. തോബിയാസ് ഭാര്യയും കൂടി പ്രാർത്ഥിക്കുകയാണ്. 6-ാം വാക്യം, അവിടുന്ന് ആദത്തെയും സൃഷ്ടിച്ചു, അവന് തുണയായി താങ്ങുമായി അവയ്ക്ക് ഭാര്യയെ നൽകി, അവരിൽ മനോക്ലേശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ. അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. ദൈവമായ കർത്താവ് പറഞ്ഞിട്ട് ചേർന്ന് ഇണയെ കൊടുത്തേക്കാണ്. ഇവിടെയും തോബിയാസിനെ
ചേർന്ന് ഇണയെ കൊടുത്തേക്കാണ്. എന്നാൽ സാറയും സാറയുടെ പിതാവും ചേർന്ന് 7 പുരുഷന്മാരെ നൽകി. അവരെല്ലാം മരിച്ചുപോയി. ഇപ്പോഴേ കർത്താവ് ദൂതനിലൂടെ തോബിയാസിനെ സാറായിക്ക് കൊടുക്കും. അവൾ ജീവിക്കും, അവൾക്ക് മക്കളുണ്ടാവും, അവൾ അനുഗ്രഹിക്കപ്പെടും. ദൂതൻ പറഞ്ഞ വാക്കുകളാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിച്ചു കൊടുത്തതാണ്, പക്ഷെ പാപം ചെയ്തു പോയി. 7-ാം വാക്യം, കർത്താവെ ഞാൻ ഇവളെ സ്വീകരിക്കുന്നു. കർത്താവെ ഞാൻ ഇവളെ സ്വീകരിക്കുന്നു. തോബിയാസ് പറയും. ഹല്ലേലൂയ. 8-ാം വാക്യത്തിൽ ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഉടനെ പറഞ്ഞു, അവൾ ആമേൻ എന്ന് ഏറ്റു പറഞ്ഞു. അവളും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവൾ പറഞ്ഞു, 8-ാം വാക്യം, ആമേൻ എന്ന് ഏറ്റു പറഞ്ഞു. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. എല്ലാ പ്രാർത്ഥനകളും ദൂതൻ പറഞ്ഞ എല്ലാം തീക്കനലിൽ ശംഖും കരളും പുകച്ച് മണമേറ്റു സാത്താൻ പുറത്തിയടി അവർ സുഖമായിട്ട് കിടന്നുറങ്ങിയത്. ഇതാണ് കർത്താവ് കൂട്ടിയോജിപ്പിച്ച ഭാര്യ ഭർത്താക്കന്മാർ. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവനും മരിക്കുമെന്ന് വിചാരിച്ച് രഘുവേൽ എഴുന്നേറ്റ് പോയി. കാരണം സാറയുടെ അപ്പന് നല്ല പരിചയമാണ്. 1 2 എന്നല്ല, 7 പുരുഷന്മാരെ അവൻ കുഴി തോണ്ടി കുഴിച്ചിട്ടിരിക്കുക. അപ്പം ഇവനും മരിച്ചു കാണുമെന്ന് കരുതി ഇവനും എഴുന്നേറ്റ് പോയി കുഴി വെട്ടി കുഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം, ശവക്കുഴി ഉണ്ടാക്കി. 10-ാം വാക്യത്തിൽ, എന്നാൽ അവനും മരിക്കുമെന്ന് വിചാരിച്ച് രഘുവേൽ എഴുന്നേറ്റ് പോയി ഒരു ശവക്കുഴി ഉണ്ടാക്കി. അതിനുശേഷം അവൻ വീട്ടിൽ വന്ന് ഭാര്യയോട് ഏകാദയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നീ പോയി നോക്ക്, അല്ലെങ്കിൽ നീ ആരെങ്കിലും ഒരാളെ വിട്ട് അന്വേഷിക്കുക. അവൻ മരിച്ചോ ജീവിച്ചിരിക്കോട്ടെ. മരിച്ചെങ്കിൽ നമുക്ക് അവനെ മറവ് ചെയ്യാം, ആരും അറിയാതെ. ഹല്ലേലൂയ. രഘുവേൽ ഭാര്യയോട് പറയുന്നു. ഹല്ലേലൂയ. അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുക. മരിച്ചെങ്കിൽ ആരും അറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം. രഘുവേൽ ഭാര്യയോട് പറയുന്നു, പോയി അന്വേഷിക്കുക. ഒരു ദാസിയെ വിട്ടിട്ട് മരിച്ചെങ്കിൽ ആരും അറിയാതെ നമുക്ക് അവനെ മറവ് ചെയ്യാം. ദാസി ചെന്ന് നോക്കിയപ്പോൾ 2 പേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു. അവൻ്റെ ഭാര്യ തന്നെ പോയി കതക് തുറന്ന് നോക്കിയപ്പോൾ 2 പേരും സുഖമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഭയങ്കര സന്തോഷമുണ്ടാവില്ലേ? മരണ വീടായിട്ട് മാറേണ്ടതാണ്. പക്ഷേ കർത്താവ് ഇടപെട്ടു അവർക്കൊരു കുടുംബജീവിതം ഒരുക്കി കൊടുത്തു. പർദീസയായ ഭവനം. അവിടെ തോബിയാസ് പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി, കുടുംബജീവിതത്തിന് വേണ്ടി ഒരുങ്ങി. അതിനുശേഷം അവൾ ആമേൻ ആമേൻ പറഞ്ഞ് 2 പേരും കിടന്നുറങ്ങുകയാണ്. ഹല്ലേലൂയ. 14-ാം വാക്യം, അവൾ തിരിച്ചു വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു. രഘുവേൽ സാറയുടെ അപ്പനോട് ഭാര്യ വന്നിട്ട് പറയുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു, മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ രഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. ഉടനെ മോക്കൊരു ജീവിതം കൊടുത്തതിൻ്റെ നന്ദി പറയായിരിക്കും. അതുപോലെ വളരെ സന്തോഷത്തോടെ, ദൈവമേ നിർമ്മലവും പരിശുദ്ധവുമായവനെ, സ്തുതികളിൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. രഘുവേൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിർമ്മലവും പരിശുദ്ധനുമായവനെ, സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും
അവിടുത്തെ വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരും ജനങ്ങളും അങ്ങയെ എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. രഘുവേൽ പ്രാർത്ഥിക്കും. മകൾക്കൊരു ജീവിതം കൊടുത്തതിന് ഓർത്ത് സന്തോഷത്തോടെ കർത്താവിനോട്. ഒബിയാസും അവിടെ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാണ് അവർ കിടന്നത്. ഇല്ലല്ലിയ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ, എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷം നൽകി. രഘുവേൽ പ്രാർത്ഥിക്കും. എന്താണ് സാർ? എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തതിന് അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ, എനിക്ക് സന്തോഷം നൽകി. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ലാസ്റ്റ് 17-ാം വാക്യം. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ, ഏക സന്താനങ്ങളായ ആ 2 പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവേ, അവിടുന്ന് രഘുവേൽ കർത്താവിനോട് പറയുന്നു, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ, ഏക സന്താനങ്ങളായ ആ 2 പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. തോബിയാസ് ഏകമകനാണ്, സാറ ഏകമകളാണ്. 2 പേരെയും ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു രഘുവേൽ. കർത്താവെ, അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവെ, അവരിൽ കനിയണമേ. ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. അനന്തരം അവൻ വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. കർത്താവിനോട് അപ്പം പ്രാർത്ഥിക്കാൻ സാറായുടെ അപ്പൻ, അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. അപ്പോൾ 18-ാം വാക്യം. അനന്തരം അവൻ ശവക്കുഴി മൂടിയിട്ടില്ല, ശവക്കുഴി തുറന്നിടക്കെ. അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയുവാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. ഇവനെ കുഴിച്ചിടുന്ന കുഴി മൂടിക്കളയാൻ പറഞ്ഞു. അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവിക്കുകയാണ്. അവന് കുടുംബജീവിതം ഉണ്ടാക്കി കൊടുത്തു. യേശുവെ നന്ദി, യേശുവെ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പുത്രൻ്റെ ജീവനും ജീവൻ്റെ വചനം ഞങ്ങളിൽ കത്തിപ്പറയണമേന്ന് അപ്പാ പിതാവേ, പുത്രനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.